നമ്മളുടെ ചുറ്റുവട്ടത്തൊക്കെ വ്യത്യസ്ത ജാതി ആളുകളുണ്ട്, വ്യത്യസ്ത മതങ്ങളുണ്ട്. എല്ലാവരോടും അയഞ്ഞ് സക്കാത്ത് അത് മുസ്ലിങ്ങൾക്കേ കൊടുക്കാൻ പറ്റൂ, ഉളുഹിയ്യത്ത് മുസ്ലിങ്ങൾക്കേ കൊടുക്കാൻ പറ്റൂ, അതൊക്കെ ഇബാദത്താണ്, അതുകൊണ്ട് അത് അവർക്കേ കൊടുക്കാൻ പറ്റൂ. എന്നാൽ സ്വതക്ക എല്ലാവർക്കും കൊടുക്കണം. അത് മുസ്ലിമാണോ അമുസ്ലിമാണോ എന്ന് നോക്കിയിട്ടല്ല. എത്രമാത്രം ഇന്നത്തെ കാലത്ത് ഉംറ ബിസിനസ്സുകൾ ഇങ്ങനെ കൊഴുത്ത് നടക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ പലർക്കും പ്രശ്നമാണ്. ഞാൻ എൻ്റെ രണ്ടാമത്തെ ഉംറ എന്ന് പറഞ്ഞാൽ സുന്നത്തായ ഉംറയാണ്. ആ രണ്ടാമത്തെ ഉംറക്ക് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുങ്ങുമ്പോൾ, പൈസക്ക് ഇങ്ങനെ ഒരുക്കൂട്ടി ഇരിക്കുമ്പോഴാണ് എൻ്റെ അയൽവാസിയായ ഒരു അമുസ്ലിം വന്നിട്ട് എന്നോട് പറയുന്നത്, ഡയാലിസിസിന് പൈസ ഇല്ല, അല്ലെങ്കിൽ ഇന്നാലിന ചികിത്സക്ക് പൈസ ഇല്ല, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ വീട്ടിൽ പൈസ ഇല്ല പറഞ്ഞാല് ഞാനപ്പം മദീനത്ത് പോകലല്ല ഞാൻ വേണ്ടിയത്. പരിശുദ്ധ ശരീഅത്ത് എന്നോട് കൽപ്പിക്കുന്നത് എന്താ? വേണമെങ്കിൽ കൊടുത്തോന്നല്ല, എന്നോട് കൽപ്പിക്കുന്നത് എന്താ? ഈ അമുസ്ലിമിനെ സഹായിക്കണം എന്ന, അല്ലാതെ മദീനത്ത് പോകണം, ഉംറ ചെയ്യണം, മക്കത്ത് പോകണം എന്നല്ല പഠിക്കുന്നത്. ഇത് പഠിപ്പിച്ച ശരീഅത്താണ് നമ്മളെ ശരീഅത്ത്. എന്റെ നാട്ടില് ഞാൻ മാത്രമേ പണക്കാരനുള്ളൂ എന്നുണ്ടെങ്കിൽ ആ നാട്ടിലുള്ള മുഴുവൻ ആളുകളും ഇന്നത്തെ ദിവസം ഭക്ഷണം കഴിച്ചു എന്ന് ഉറപ്പുവരുത്തൽ എനിക്ക് നിർബന്ധമാണ്. ഒരു മുതലാളിക്ക് നിർബന്ധം സക്കാത്ത് മാത്രമല്ല. സക്കാത്ത് പറഞ്ഞാൽ കുറഞ്ഞ സാധനങ്ങളിലേ ഉള്ളൂ, എല്ലാ സാധനങ്ങളിലൊന്നും സക്കാത്തില്ലല്ലോ. മുതല് പറഞ്ഞാൽ അതല്ലാത്ത രീതിയിലൊക്കെ വരും. 1000 ഏക്കർ സ്വന്തമായിട്ടുള്ള ഒരു മുതലാളിക്ക് സക്കാത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം അയാൾക്ക് ക്യാഷ് ഇല്ല, സ്വർണ്ണല്ല, കൃഷിയില്ല, പിന്നെ കച്ചവടവും ഇല്ല. 1000 ഏക്കറേ ഉള്ളൂ. പക്ഷെ അയാൾ മുതലാളിയാണ്. പക്ഷെ അദ്ദേഹം മനസ്സിലാക്കേണ്ടത്, ആ നാട്ടില് പാവങ്ങൾ ഇന്നത്തെ നേരത്ത് ഭക്ഷണത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്നുണ്ട്, ചികിത്സക്ക് വേണ്ടി ബുദ്ധിമുട്ടുന്നുണ്ട്. അത് മുസ്ലിം ആവട്ടെ അമുസ്ലിം ആവട്ടെ, ആ മനുഷ്യനെ സഹായിക്കൽ ഈ മുതലാളിയുടെ മേലില് ഫർള് ഐനാണ്. ഇനി വേറെ മുതലാളിമാരുണ്ട് എന്ന് വെക്കുക, ഫർള് കിഫായാണ്. ആരും ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാണ്. ആരെങ്കിലും ഒരാൾ ചെയ്താൽ എല്ലാവരും രക്ഷപ്പെടും. ഇത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് എല്ലാവർക്കും വേണ്ടിയത് ചെയ്തു കൊടുക്കുക, വേണ്ട നിലക്ക് എല്ലാവരെയും ട്രീറ്റ് ചെയ്യുക. ഒരാളെ ബഹുമാനിച്ചത് കൊണ്ട് ഒന്നും നഷ്ടപ്പെടൂല എന്ന് മനസ്സിലാക്കുക. എല്ലാവരെയും അവരവരുടെ ഖദർ അനുസരിച്ച് ബഹുമാനിക്കുക, ആദരിക്കുക, മുസ്ലിമിനെയും അമുസ്ലിമിനെയും പരിഗണിക്കുക, എല്ലാവർക്കും ഒരുപോലെ ചെയ്യുക. ഇതുകൊണ്ടാണ് ഈ ദീൻ ഇവിടെ വളർന്നത് എന്ന് മനസ്സിലാക്കുക. 1 വർഷം കഴിഞ്ഞപ്പോൾ നിമിഷപ്രിയ കേസ് നമുക്കൊക്കെ അറിയാം. നമ്മൾ എത്ര ഇസ്ലാമിന്റെ മഹത്വം പ്രസംഗിച്ച് നടന്നാലും ആ ഒരു കേസിൽ ഉസ്താദ് ഒരു സ്ത്രീയെ സഹായിച്ചത് ഈ ദീൻ എത്ര വലിയ ഇസ്സത്ത് ഉണ്ടാക്കി. ഇതാണ് ദീനിന്റെ സ്വഭാവം. അതുകൊണ്ട് അയൽവാസികൾ, കൂടെ ജോലി ചെയ്യുന്നവർ ആരാണെങ്കിലും, അവരേത് മതക്കാരാവട്ടെ, അവരെ നമ്മൾ എത്ര സ്നേഹിക്കുന്നുവോ, അവർക്ക് ചെയ്തു കൊടുക്കുന്നുവോ, അത്രമാത്രം നമുക്കും നമ്മുടെ ദീനിനും ഇസ്സത്തുണ്ടാവും.